മൊബൈൽ ചാർജിനിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചാർജ് ആകുന്നില്ല എന്ന് പല ആളുകളും പരാതി പറയാറുണ്ട്. എന്നാൽ ഞാൻ ഈ കാണിക്കുന്ന സെറ്റിങ്സുകൾ നിങ്ങൾ മാറ്റം വരുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ പെട്ടെന്ന് തന്നെ ഫുൾ ചാർജ് ആക്കിയെടുക്കാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. എന്തൊക്കെയാണ് സെറ്റിങ്സുകൾ, എവിടെ ഓൺ ചെയ്യണം, എവിടെ ഓഫ് ചെയ്യണം എന്നൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ, ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തതിന് ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക. ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ FTM ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക. നമുക്ക് പെട്ടെന്ന് തന്നെ ഈ സെറ്റിങ്സുകൾ ഏതാണെന്ന് നമുക്ക് കണ്ട് മനസ്സിലാക്കാം. ഞാൻ അതിനായിട്ട് മൊബൈലിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്തിട്ട് ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ എബൌട്ട് ഫോൺ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എബൌട്ട് ഫോൺ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ സാംസങ് മൊബൈലിലൊക്കെ സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ എന്ന ഭാഗത്താണ് ഞാൻ ഈ കാണിക്കുന്ന സെറ്റിങ്സ് ഉള്ളത്. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബിൽഡ് നമ്പർ എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ചില മൊബൈലുകളിൽ കേണൽ വെർഷൻ അല്ലെങ്കിൽ വെർഷൻ എന്നൊക്കെയാണ് ഉണ്ടാകുക. അവിടെ 7 പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പം ബിൽഡ് നമ്പറിൽ 7 പ്രാവശ്യം ക്ലിക്ക് ചെയ്യുകയാണ്. 7 7-ലധികമോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെവലപ്പർ ഓപ്ഷൻ എന്നൊരു ഓപ്ഷൻ നിങ്ങളുടെ മൊബൈലിൽ എനേബിൾ ആയിട്ട് വരും. അതിനുശേഷം സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഭാഗത്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമോ ഡെവലപ്പർ ഓപ്ഷൻ എന്ന ഈ ഒരു ഓപ്ഷൻ നിങ്ങളുടെ മൊബൈലിൽ എനേബിൾ ആയിട്ടുണ്ടാകും. ഇനി അങ്ങനെ കണ്ടെത്താൻ സാധിക്കുന്നില്ല എങ്കിൽ സെർച്ച് ബാറിൽ നിങ്ങൾക്ക് ഡെവലപ്പർ ഓപ്ഷൻ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ കണ്ടെത്താൻ സാധിക്കും. ജസ്റ്റ് അവിടെ ഒന്ന് ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും മുകളിൽ ഓഫിലാണെങ്കിൽ അത് ഓൺ ചെയ്ത് കൊടുക്കുക. ഇവിടെ താഴെ സ്റ്റേ അവേക്ക് എന്ന ഭാഗത്ത് ഇവിടെ സ്ക്രീൻ വൈൽ നെവർ സ്ലീപ്പിംഗ് വൈൽ ചാർജിങ് എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇത് ഓണിലാണെങ്കിൽ ജസ്റ്റ് അതൊന്ന് ഓഫായി കൊടുക്കുക. ഇത് ഓണിലാണെങ്കിൽ നമ്മൾ ചാർജ് ചെയ്യുന്ന സമയത്തും മൊബൈലിൻ്റെ ഡിസ്പ്ലേ അല്ലെങ്കിൽ മൊബൈലിൻ്റെ സ്ക്രീനൊക്കെ ചിലപ്പം ഓണിലാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ചാർജ് പെട്ടെന്ന് തന്നെ നമ്മുടെ മൊബൈലിൽ, നമ്മുടെ ബാറ്ററിയിൽ ചാർജ് ആകുകയില്ല. അപ്പോൾ ഇത് ആദ്യമായിട്ട് നിങ്ങൾ ഓഫ് ചെയ്തിടുക. അതിനുശേഷം കുറച്ച് താഴേക്ക് വരിക. ഇവിടെ കുറച്ച് താഴേക്ക് വരുമ്പോൾ 3 ഓപ്ഷൻസുകൾ കാണാൻ സാധിക്കും. വിൻഡോ ആനിമേഷൻ സ്കെയിൽ എന്നും ട്രാൻസിഷൻ ആനിമേഷൻ സ്കെയിൽ എന്നും ആനിമേറ്റർ ഡ്യൂറേഷൻ സ്കെയിൽ എന്നും 3 ഓപ്ഷൻസുകൾ. ഇതിൽ 3ഉം നിങ്ങൾ ഒന്നുകിൽ ഓഫ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ 0.5ലേക്ക് മാറ്റി കൊടുക്കുക. ഈ ആനിമേഷനൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുമ്പോഴും നിങ്ങൾ ചാർജ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഫുൾ ചാർജ് ആകുകയില്ല. ജസ്റ്റ് അവിടെ ഒന്ന് ടാപ്പ് ചെയ്തിട്ട് ഇവിടെ എൻ്റെ മൊബൈലിൽ 1x ഞാനത് മാറ്റിയിട്ട് ആനിമേഷൻ സ്കെയിൽ എന്ന ഭാഗത്ത് 0.5ലേക്ക് ഞാൻ മാറ്റി കൊടുക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കും അത് 0.5ലേക്ക് ആയിട്ടുണ്ട്. രണ്ടാമത്തത് ട്രാൻസിഷൻ ആനിമേഷൻ സ്കെയിൽ, അതും 0.5ലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. മൂന്നാമത്തത് ആനിമേഷൻ ഡ്യൂറേഷൻ സ്കെയിൽ എന്നും അതും ഞാൻ 0.5ലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഓരോന്നും ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 0.5ലേക്ക് ആയിട്ടുണ്ടാകും. അതൊന്നുകിൽ ഓഫ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ 0.5ലേക്ക് മാറ്റി കൊടുക്കുക. ഈ ഒരു സെറ്റിങ്സ് കൂടി നിങ്ങൾ ചെയ്യുക. ഇനി അടുത്ത സെറ്റിങ്സും കൂടി നമുക്കൊന്ന് നോക്കാം. ഇനി അടുത്ത സെറ്റിങ്സ്, നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ നോട്ടിഫിക്കേഷൻ ബാർ ഇങ്ങനെ താഴ്ത്തി കഴിഞ്ഞാൽ ഇവിടെ വൈഫൈ, അതുപോലെ തന്നെ ബ്ലൂടൂത്ത്, ലൊക്കേഷൻ, മൊബൈൽ ഡാറ്റ ഇതൊക്കെ ഓണിലായിരിക്കും ഉണ്ടാക്കുക. ജസ്റ്റ് അതൊക്കെ നിങ്ങൾ ഓഫ് ചെയ്ത് കൊടുക്കുക. വൈഫൈ ഓഫ് ചെയ്ത് കൊടുക്കുക, ബ്ലൂടൂത്ത് ഓഫ് ചെയ്ത് കൊടുക്കുക, ലൊക്കേഷൻ ഓഫ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഓഫ് ചെയ്യുകയും ഈ സെറ്റിങ്സിലൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുമാണ് ചാർജ് ചെയ്യുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ചാർജ് ഫുള്ളാക്കാൻ കഴിയും. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.